ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്നാണ്. അവിടെ ബലൂജി വിമോചന സേനയും പാകിസ്ഥാൻ സേനയും തമ്മിലുള്ള ആക്രമണം തുടരുകയാണ്. സ്ത്രീകളെ അടക്കം ചാവേറായി ഉപയോഗിച്ചാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം. 48 മണിക്കൂറിനിടെ 177 വിഘടനവാദികളെയാണ് പാക് സേന വധിച്ചത്. അതേസമയം BLAയുടെ ആക്രമണത്തിൽ 17 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50 പേർ കൊല്ലപ്പെട്ടു. 18 മാസത്തെ അടച്ചുപൂട്ടലിന് ശേഷം ഗസയ്ക്കും ഈജിപ്തിനുമിടയിലുള്ള റാഫ അതിർത്തി പലസ്തീനികൾക്കായി ഭാഗികമായി വീണ്ടും തുറന്നു. മടങ്ങിയെത്തുന്നവർക്കുള്ള നിയന്ത്രണവും ശക്തമാക്കി. ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് പ്രവേശിക്കുന്നവർക്കായി ക്രോസിംഗിന് പുറത്ത് ഇസ്രായേൽ സൈന്യം റഗാവീം എന്ന പേരിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പേരിനെ ചൊല്ലിയും വിവാദം ഉയരുന്നുണ്ട്. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തനിക്ക് മത്സരിക്കാൻ മൂടില്ല എന്നും മുരളീധരൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഗുരുവായൂരിൽ മത്സരിക്കില്ലെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുവായൂർ ലീഗിൻ്റെ സീറ്റാണ്. ഗുരുവായൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ ലീഗിന് നൽകാൻ വേറെ സീറ്റില്ല. ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന തൃശ്ശൂർ DCCയുടെ ആവേശത്തിനിടയിലാണ് കെ മുരളീധരന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കെ മുരളീധരൻ. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ താങ്കൾ അന്ന് പാർട്ടിയിൽ ഉന്നയിച്ച പരാതികളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞാൻ പിന്നീട് പരാതി ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെന്ന് നിന്ന് പരാജയപ്പെട്ടു. പിന്നെ നമ്മളെന്തിനാരും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ തീരുമാനമല്ലേ. പക്ഷേ ഒരു അന്വേഷണം വന്നിരുന്നുവല്ലോ. അന്വേഷണം പാർട്ടി നടത്തിയതാണ്. ഞാൻ പിന്നെ അന്വേഷണ കമ്മീഷൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ശ്രീ KC ജോസഫിനെ പോലത്തെ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ഒന്ന് ഒരു തെളിവെടുപ്പിന് ഒന്ന് വരണം, ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ആശയമില്ല, എനിക്ക് പരാതി ആരെക്കുറിച്ചുമില്ല. പക്ഷേ എല്ലാവരും ജനത്തിനറിയാം, അവർ തീരുമാനിച്ചോട്ടെ കാര്യങ്ങൾ. ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്? അതെ, വിജയൻ്റെ ഘട്ടന ആരാന്ന് ജനത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ പറഞ്ഞ അതാണ്, പാർട്ടി വിട്ടുപോയവർ ഒരിക്കലും പാർട്ടിയുടെ ശത്രുക്കളല്ല. കാരണം അവർക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ പാർട്ടിയിലില്ല. പിന്നെ അവരെന്ത് പറഞ്ഞാലും ആരും ജനം വകവയ്ക്കില്ല. പക്ഷേ കൂടെ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടായിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു 5-6 സീറ്റ്, ഒരു 30 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു 10 സീറ്റും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ 20 കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.